ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നല്ലൊരു നോമ്പും കൂടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് നോമ്പാണ്. അപ്പം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ്. അപ്പം നമുക്കിന്ന് ടുഡേ സ്പെഷ്യൽ ബിരിയാണി കട്ട്ലേറ്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിവിടെ ബ്രസ്റ്റ് പീസാണ് നമ്മൾ വാങ്ങിച്ചത്. ബ്രസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇത് കട്ട്ലറ്റിനുള്ളതാണ്, പൊട്ടറ്റോയും ഒക്കെയാണ്. പാത്തുമാണ് കട്ട്ലറ്റ് ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. അവൾ മുട്ടയൊക്കെ പുഴുങ്ങി എന്തൊക്കെയോ ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ അതിനെ അവളുടെ അടുത്ത് പറഞ്ഞ് ഇടിയിപ്പിക്കാം. പിന്നെ അവൾ ചട്ടിപ്പത്തിരി കണക്കൊരു സംഭവം ഉണ്ടാക്കിയായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ നമ്മളതൊക്കെ ഓരോന്ന് ചെയ്യുകയാണ്. ഞാൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്, അവൾ കട്ട്ലറ്റും ചട്ടിപ്പത്തിരിയും പിന്നെ സലാഡ് ഉണ്ടാക്കി. പിന്നെ നമുക്ക് നോമ്പ് കുറിക്കുന്ന നേരം ഫ്രൂട്ട്സ്, ആപ്പിളും ഡേറ്റ്സും കിവിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലറ്റും ടൊമാറ്റോ സോസുമാണ്. സത്യത്തിൽ നമുക്ക് ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അടുക്കളയിലായിരുന്നു. പെട്ടെന്ന് വന്നിരുന്നായിരുന്നു നോമ്പൊക്കെ മുറിച്ചത്. നോമ്പ് മുറിച്ച് അതിനുള്ള ക്ലിപ്പാണിത്. കാരണം നോമ്പ് മുറിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ബിരിയാണി ആ ടൈമിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ബാങ്ക് വിളിച്ചതും. അങ്ങനെ റഷായിപ്പോയി. ഞങ്ങൾ അടുക്കള കയറിയപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി എല്ലാം കഴിഞ്ഞ് ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് ഞാൻ ദമ്മൊക്കെ ഇട്ടത്. നോമ്പ് മുറിച്ചതിന് ശേഷം ഞാൻ ദമ്മൊക്കെ ഇട്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ബിരിയാണി മസാല, അതിനൊക്കെ തന്നെ റൈസും പിന്നെ നമുക്ക് ദമ്മിടുവാണ്. നമ്മൾ ദമ്മിടുന്ന സ്റ്റെപ്പാണിത്. നമ്മൾ റൈസ് വേവിച്ച ആ പാത്രത്തിൽ നിന്നും ആദ്യം റൈസെല്ലാം വാരി മാറ്റിയിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ദമ്മിടുന്നത്. ദമ്മിടുന്നത് അത്ര വലിയ ഒന്നുമില്ല, നമ്മളിലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ടാണ്. സത്യത്തിൽ നമ്മൾ നെയ്യ് ഉണ്ടായിരുന്നു, പക്ഷേ നെയ്യ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ തീർന്നു. ഇവിടെ നെയ്യ് വാങ്ങിക്കാൻ കിട്ടത്തില്ല, അതുകൊണ്ട് നെയ്യൊന്നും ഒഴിക്കാത്തത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബിരിയാണിക്കൊക്കെ. അങ്ങനെ നമ്മൾ ബിരിയാണി ഫുൾ ദമ്മിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിക്കാൻ പോകണം, ദമ്മെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു. അപ്പോൾ നല്ല സെറ്റ് ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യമാണ്. ഞങ്ങളിത് 2 ദിവസം കഴിച്ചു. തോനെയായിപ്പോയി ഇത്തിരി ഉണ്ടാക്കിയപ്പം. കാരണം ഞങ്ങൾ 4 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ ഇച്ചിരി തോനെയായിപ്പോയി ഉണ്ടാക്കിയപ്പം. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല സെറ്റായിട്ട്. ഇത് നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ, പക്ഷേ ഇതിടുമ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എഡിറ്റാക്കിയൊക്കെ ഇടാൻ വേണ്ടി ഇത്തിരി ലേറ്റായി. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ ചട്ടിപ്പത്തിരി കണക്കത്തെ സാധനം കഴിച്ചത്. അതിന് നല്ല ടേസ്റ്റായിരുന്നു. മീൻസ് നാട്ടിലൊരു പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന രുചിയായിരുന്നു സത്യത്തിൽ അതിന് വന്നത്. ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് ഫസ്റ്റ് ട്രൈ ആയിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു എന്ന് തന്നെ പറയണം. അപ്പോൾ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. ഫുഡൊക്കെ നല്ല പൊളിയായിട്ടൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.